ബംഗ്ലാദേശിനെതിരെ ഒന്നാം ടി20യിൽ ഇന്ത്യക്കായി ബാറ്റിംഗിൽ മിന്നിച്ച് സഞ്ജു സാംസൺ. ശ്രീലങ്കൻ പരമ്പരയിലെ സഞ്ജു സാംസന്റെ പ്രകടനം ആരാധകരിൽ നിരാശ ഉണർത്തിയിരുന്നു. അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന്റെ പ്രകടനം തോൽവിയിലേക്ക് എത്തുമോയെന്ന് ഭയപ്പെട്ടിരുന്നു. എന്നാൽ നല്ല പ്രകടനത്തോടെ കയ്യടി നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്നു തന്നെ പറയാം. 19 പന്തുകൾ നേരിട്ട് 29 റൺസോടെയാണ് സഞ്ജു തിളങ്ങിയത്. 152.63 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കയ്യടി നേടിയത്. വലിയ സ്കോറിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും ഇന്ത്യക്ക് അടിത്തറ പാകിയ ശേഷമാണ് സഞ്ജു സാംസൺ മടങ്ങിയത്. ഇന്ത്യയുടെ മാച്ച് വിന്നറാവാൻ സാധിച്ചില്ലെങ്കിലും നിർണായകമായ സംഭാവനകളോടെ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിച്ചു. മനോഹരമായ സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെയായിരുന്നു സഞ്ജു സാംസൺ തുടങ്ങിയത് തന്നെ. ബൗളർമാരുടെ വേഗതയെ കണക്കിലാക്കി മികച്ച ടൈമിംഗോടെ കളിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. ഓഫ് ഡ്രൈവ് അടക്കം അത്ഭുതപ്പെടുത്തുന്ന ടൈമിംഗോടെ മികച്ച ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിനായി. ഓപ്പണിംഗിലേക്കെത്തുമ്പോൾ സഞ്ജു പതറുമെന്ന് കരുതിയവരുടെ വായടുപ്പിക്കുന്ന തരത്തിൽ മനോഹരമായ ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. സ്പിന്നർക്കെതിരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച് ടൈമിംഗ് പിഴച്ചതാണ് സഞ്ജു പുറത്തായത്. എന്നാൽ ഭേദപ്പെട്ട പ്രകടനത്തോടെ അഭിമാനിക്കാവുന്ന പ്രകടനം തന്നെയാണ് സഞ്ജു നേടിയത്. ശ്രീലങ്കക്കെതിരെ 2 മത്സരത്തിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത്. 2 മത്സരത്തിലും പിച്ചിനെ മനസ്സിലാക്കാതെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച് സഞ്ജു വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി20യിൽ ഈ പിഴവ് നികത്തുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ക്ഷമയോടെ തുടങ്ങുകയും മോശം ബോളുകളെ തിരഞ്ഞാക്രമിക്കാനും സഞ്ജുവിന് സാധിച്ചു. രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു. നായകൻ എന്ന നിലയിൽ കാട്ടേണ്ട പക്വതയും ഉത്തരവാദിത്വവും നിറഞ്ഞു നിൽക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു നടത്തിയത്. വലിയ സമ്മർദ്ദം സഞ്ജുവിന് മുകളിലുണ്ടായിരുന്നു. നിരാശപ്പെടുത്തിയാൽ ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ലെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിലും മികച്ച പ്രകടനത്തോടെ കയ്യടി നേടാൻ സഞ്ജുവിന് സാധിച്ചു.